നമസ്കാരം. ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 25, 2025 ബുധൻ. അങ്ങനെ ഇന്ന് മുതൽ നമ്മൾ നിഫ്റ്റിയുടെ പുതിയ മാസത്തെ, അതായത് ഡിസംബർ മാസത്തെ വീക്ക്ലി മന്ത്ലി കോൺട്രാക്ട്സിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം US നിന്ന് വന്ന ഇൻഫ്ലേഷൻ ഡാറ്റയുടെ റിസൾട്ടിനെ തുടർന്ന് US മാർക്കറ്റുകൾക്കും യൂറോപ്യൻ മാർക്കറ്റ്സുകൾക്കൊക്കെ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചു. അവയെക്കുറിച്ചൊക്കെ വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഇന്നലെ തുടർച്ചയായി മൂന്നാമത്തെ ട്രേഡിംഗ് സെഷനിലും പ്രോഫിറ്റ് ബുക്കിങ്ങിനെ തുടർന്നും മാത്രമല്ല ഇന്നലെ നമ്മൾ പോസ്റ്റ് മാർക്കറ്റിൽ കണ്ട മറ്റുള്ള കാരണങ്ങൾ കൊണ്ടും ഇന്ത്യൻ മാർക്കറ്റിന് നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നെങ്കിലും രണ്ട് ട്രേഡിംഗ് സെഷനുകൾക്ക് ശേഷം വീണ്ടും ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ 785.32 കോടി രൂപയ്ക്ക് വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നിന്നും ബൈയിങ് ആണ് ഇന്നലെ അനുഭവപ്പെടുകയുണ്ടായത്. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 3912.47 കോടി രൂപയ്ക്ക് ബൈയിങ്ങും തുടരുകയുണ്ടായി. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായ പ്രകാരം നിഫ്റ്റിക്ക് മുന്നോട്ടൊരു പ്രയാണം സാധ്യമാകണമെങ്കിൽ 26,000 എന്ന കീ ലെവൽ അതിശക്തമായി മറികടന്നുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ നിലവിലെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം ഇന്ന് നിഫ്റ്റിക്ക് ഒരു പക്ഷേ 26,000 എന്ന ലെവലിന് തൊട്ട് താഴെയോ അല്ലെ മുകളിലായിട്ടോ ഓപ്പൺ ആകാൻ സാധിച്ചേക്കാം. എങ്കിലും 26,000 എന്ന ഈ ലെവലിന് മുകളിലായിട്ട് നിലനിന്നെങ്കിൽ മാത്രമേ തുടർന്ന് 26,100 മാത്രമല്ല നിലവിലെ 52 വീക്ക് ഹൈയും തുടർന്ന് റെക്കോർഡ് ഹൈയും ഭേദിച്ചുകൊണ്ട് മുന്നോട്ടൊരു പ്രയാണം സാധ്യമാവുകയുള്ളൂ. അതേസമയം നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഡൗൺ സൈഡിലേക്ക് 25,850 എന്ന ലെവൽ ക്രൂഷ്യലാണ്. ഈ ലെവലിലായിട്ടാണ് നിഫ്റ്റിയുടെ 20-ഡേ EMAയും 20-ഡേ SMA നിലനിൽക്കുന്നത്. മാത്രമല്ല ഈ ലെവലിലായിട്ടാണ് നിഫ്റ്റിയുടെ കഴിഞ്ഞ ആഴ്ചത്തെ വീക്കിലി ലോയും സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ നിഫ്റ്റി ഈ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ തുടർന്ന് 25,800, 25,700 എന്നീ ലെവലുകൾ അടുത്ത സപ്പോർട്ടുകളായിട്ട് മാറിയേക്കാം. എന്നാൽ 25,700 എന്ന ലെവൽ നിഫ്റ്റി ഇന്ന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സെല്ലിംഗ് പ്രഷറും അനുഭവപ്പെട്ടേക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ഉണ്ടായത്. ഇന്നലെ ഗ്ലോബൽ മാർക്കറ്റും ഇന്ത്യൻ മാർക്കറ്റും നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം ഒരേപോലെ തന്നെ വെയിറ്റ് ചെയ്തിരുന്ന പ്രധാനപ്പെട്ട ഇവന്റ് ആയിരുന്നു US നിന്നും റിലീസ് ചെയ്യപ്പെട്ട സെപ്റ്റംബർ മാസത്തെ ഇൻഫ്ലേഷൻ ഡാറ്റയുടെ റിലീസ്. എന്നാൽ മാർക്കറ്റ് ഫോർകാസ്റ്റിനെയൊക്കെ മറികടന്നുകൊണ്ട് ബെറ്ററായിട്ടുള്ള റിസൾട്ടാണ് US നിന്നും വരികയുണ്ടായത്. 3.1% മാർക്കറ്റ് ഫോർകാസ്റ്റ് ചെയ്തിരുന്നതെങ്കിൽ 3% സെപ്റ്റംബറിലെ US ഇൻഫ്ലേഷൻ റിപ്പോർട്ട് ചെയ്യുകയും ഉണ്ടായത്. ഇന്ന് ഇന്ത്യയിൽ നിന്നും പ്രധാനപ്പെട്ട മാക്രോ ഇക്കണോമിക് ഡാറ്റകളുടെ റിലീസ് ഒന്നും തന്നെയില്ല. ഇന്നത്തെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകളിൽ വൈകുന്നേരം നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം 6 മണിയോടുകൂടി UKയിലെ 2025 ഓട്ടോമൻ ബഡ്ജറ്റിന്റെ റിലീസ് ഉണ്ട്. പിന്നീട് വൈകുന്നേരം 7 മണിയോടുകൂടി US നിന്നും സെപ്റ്റംബർ മാസത്തെ ബിൽഡിംഗ് പെർമിറ്റ്സ്, ഡ്യൂറബിൾ ഗുഡ്സ് ഓർഡേഴ്സ്, കോർ PCE പ്രൈസ് ഇൻഡെക്സ്, പേഴ്സണൽ ഇൻകം, പേഴ്സണൽ സ്പെൻഡിംഗ്, അതുകൂടാതെ ഒക്ടോബർ മാസത്തെ ബിൽഡിംഗ് പെർമിറ്റ്സ് ഡാറ്റ, ഡ്യൂറബിൾ ഗുഡ്സ് ഓർഡേഴ്സ് തുടങ്ങിയവയുടെ റിലീസ് ഉണ്ട്. ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ ആക്സിസ് ബാങ്ക് ADRന് 0.5% HDFC ബാങ്ക് ADRന് 0.5%-ലേറെയും നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ വിപ്രോ ADRന് ഫ്ലാറ്റ് ആയിട്ടും ഡോക്ടർ റെഡ്ഡീസ് ADR 1.5%-ലേറെയും ICICI ബാങ്ക്, ഇൻഫോസിസ് ADRകൾക്ക് സ്ലൈറ്റ്ലി പോസിറ്റീവായിട്ടും വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിക്കുകയുണ്ടായി. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. ഇന്നലെ US നിന്നും വന്ന ബെറ്റർ ആയിട്ടുള്ള സെപ്റ്റംബർ മാസത്തെ ഇൻഫ്ലേഷൻ ഡാറ്റയെ തുടർന്നും മാത്രമല്ല AI റിലേറ്റഡ് സ്റ്റോക്കുകളിൽ ഉടലെടുത്ത അതിശക്തമായ നേട്ടത്തിന്റെ ഫലമായിട്ടും S&P 500-ന് 1%-നടുത്തും നാസ്ഡാക്കിന് 0.5%-ലേറെയും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി ഡോ ജോൺസ് ഫ്യൂച്ചറും നിലവിൽ നേട്ടത്തിലാണ് വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ 3 യൂറോപ്യൻ മാർക്കറ്റ്സിനും 1%-നടുത്ത് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി ഇന്ന് വെളുപ്പിന് 2:45 ക്ലോസ് ആയ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ ജപ്പാൻ മാർക്കറ്റ് 1%-ലേറെയും കൊറിയൻ മാർക്കറ്റ് 1%-നടുത്തും നേട്ടത്തോടു കൂടിയിട്ടാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചിട്ടുള്ളത്. കൊമോഡിറ്റിയിൽ ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ ഇന്നലെ നമ്മുടെ
മാർക്കറ്റ് അടച്ചതിനു ശേഷം ഗണ്യമായ ഇടിവ് നേരിട്ടെങ്കിലും ഇന്ന് രാവിലെ നേരിയ ഉയർച്ചയാണ് അനുഭവപ്പെടുന്നത്. ബ്രന്റ് ക്രൂഡിന്റെ വില 62.61 എന്ന നിലയിലും ക്രൂഡ് ഓയിലിന്റെ വില $58.09 പെർ ബാരൽ എന്ന നിലയിലുമായിട്ടാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഗോൾഡിന്റെ വിലയിലും നേരിയ ഉയർച്ചയാണ് നിലവിൽ കാണുവാനായിട്ട് സാധിക്കുക. $4139.50 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് വ്യാപാരം ഗോൾഡിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽ ലിസ്റ്റിലേക്ക് പ്രവേശിക്കാം. ഇന്ന് മുതൽ നിഫ്റ്റിയുടെ പുതിയ വീക്ക്ലി മന്ത്ലി കോൺട്രാക്ട്സുകളിലെ ഓപ്പൺ ഇൻട്രസ്റ്റുകൾ ഏകദേശമൊക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടും. എങ്കിലും നിഫ്റ്റിയുടെ അടുത്ത ആഴ്ചയിലേക്കുള്ള വീക്ക്ലി കോൺട്രാക്ട്സിന്റെ PCR 0.73 എന്ന നിലയിലും മാക്സ് പെയിൻ 26,000 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു. ഹയർ ലെവൽസിലുള്ള സെല്ലിംഗ് പ്രഷറിനെയും ബിലോ ആവറേജ് വോളിയത്തെയും സൂചിപ്പിച്ചുകൊണ്ട് ബെയറിഷ് ക്യാൻഡിലാണ് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ നിന്നും ദൃശ്യമാകുന്നത്. മാത്രമല്ല ഇന്നലെ ഉണ്ടായ ഇടിവിനെ തുടർന്ന് നിഫ്റ്റിക്ക് അതിന്റെ ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജ് ആയ 10-day EMAയുടെ താഴെയായിട്ടാണ് വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായത്. എങ്കിലും നിഫ്റ്റിക്ക് ബാക്കി എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ടും വ്യാപാരം അവസാനിപ്പിച്ച് നിലകൊള്ളുവാനുമായി RSIയും ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 54.4 എന്ന ലെവലിലേക്കും എത്തിച്ചേർന്നു. വീക്ക്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 26,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് നിലനിൽക്കുന്നത്. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗും നിലവിൽ കാണുക. പുട്ട് സൈഡിലേക്കും 26,000 എന്ന സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നത്. 25,400 എന്ന സ്ട്രൈക്കിലാണ് അതേസമയം ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുക. ബാങ്ക് നിഫ്റ്റിയുടെ PCR 1.08 എന്ന നിലയിലും മാക്സ് പെയിൻ 58,800 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു. ഹയർ ലെവൽസിലുള്ള സെല്ലിംഗ് പ്രഷറിനെ സൂചിപ്പിച്ചുകൊണ്ട് അപ്പർ ഷാഡോയോട് കൂടിയിട്ടുള്ള ബെയറിഷ് ക്യാൻഡിലാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ടൈം ഫ്രെയിമിൽ നിന്നും ദൃശ്യമാകുന്നത്. നെഗറ്റീവ് സെന്റിമെന്റ്സോട് കൂടിയിട്ടാണെങ്കിലും ഫ്ലാറ്റ് ആയിട്ട് ഇന്നലെ ബാങ്ക് നിഫ്റ്റിക്ക് വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചതിനെ തുടർന്ന് ബാങ്ക് നിഫ്റ്റിക്ക് അതിന്റെ എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ടും വ്യാപാരം അവസാനിപ്പിച്ച് നിലകൊള്ളുവാനുമായി എങ്കിലും RSI ഇടിവ് രേഖപ്പെടുത്തുകയുണ്ടായി. 62.73 എന്ന നിലയിലായിട്ടാണ് നിലവിൽ RSI നിലകൊള്ളുന്നത്. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 58,500 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് നിലവിൽ കാണുവാൻ സാധിക്കുന്നതെങ്കിലും 59,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുന്നത്. 58,000 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്കും ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 59,000 എന്ന സ്ട്രൈക്കിലാണ് നിലവിൽ ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും കാണുവാൻ സാധിക്കുക. ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ഭാരതി എയർടെൽ CNBC 18 TVന്റെ റിപ്പോർട്ടുകൾ പ്രകാരം പ്രൊമോട്ടറായ ഇന്ത്യൻ കോണ്ടിനെന്റ് ഇൻവെസ്റ്റ്മെന്റ് ഗ്രൂപ്പ് 3.43 കോടി ഷെയർസ് അഥവാ 0.56% സ്റ്റേക്ക് 2,096.7 രൂപ പെർ ഷെയർ എന്ന ഫ്ലോർ പ്രൈസിൽ ബ്ലോക്ക് ഡീൽ വഴി വിറ്റഴിച്ചേക്കാമെന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. NCC ആസാം പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നും 2,062.71 കോടി രൂപയുടെ പുതിയ ഓർഡർ കമ്പനിക്ക് ലഭിക്കുകയുണ്ടായി. ജയന്ത് ഇൻഫ്രാടെക് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും 161.68 കോടി രൂപയുടെ പുതിയ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. സൈഡസ് ലൈഫ് സയൻസ് ലോ ഹൈ ബ്ലഡ് പ്രഷറിനെ ട്രീറ്റ് ചെയ്യുന്ന 120, 180, 240 mg ടാബ്ലറ്റുകൾക്ക് US FDAയുടെ ഭാഗത്തു നിന്നും അംഗീകാരം ലഭിച്ചതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ബയോഗ്യാസ് പ്ലാന്റ് ബയോഫ്യൂവൽ പ്രൊജക്ട്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് CEID കൺസൾട്ടൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് കമ്പനിയുമായിട്ട് 50-50 ഷെയർ ഹോൾഡിംഗ് പാറ്റേണിൽ കമ്പനി ജോയിന്റ് വെഞ്ചറിൽ ഏർപ്പെട്ടു എന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര പ്രഭാത് കിരണിനെ ബാങ്കിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആക്കിക്കൊണ്ടുള്ള നിയമനം കേന്ദ്ര ഗവൺമെന്റ് നടത്തുകയുണ്ടായി. യുണൈറ്റഡ് ബ്യൂവറീസ് ഹെനിക്കൻ സിൽവർ ബിയറിനെ ഇന്നലെ ന്യൂഡൽഹിയിൽ കമ്പനി ലോഞ്ച് ചെയ്യുകയുണ്ടായി. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.